ഹായ് വെൽക്കം ടു ശ്രീ ഗ്രേസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കക്ക പുഴുങ്ങി ശരിയാക്കുന്ന ഒരു വീഡിയോയാണ്. അതും നമ്മുടെ പൂത്തോട്ടയിൽ നിന്നും വന്ന കക്ക. ഓർമ്മയില്ലേ നമ്മുടെ പൂത്തോട്ടയിലെ കക്ക? അപ്പോൾ അതാദ്യം ശോഭാമ്മ നന്നായിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ചെളിയിൽ കിടന്നേച്ചത് കൊണ്ട് ആദ്യത്തെ വെള്ളത്തിലൊക്കെ നല്ല ചെളിയായിരുന്നു. ചെളി പിടിച്ചല്ലേ കിടക്കുന്നത്. അപ്പോൾ ചെളിയൊക്കെ നന്നായിട്ട് കളയാനായിട്ട് അമ്മ അത് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളം തെളിയുന്ന വരെ അമ്മ ഒരു 3-4 പ്രാവശ്യമായിട്ട് വെള്ളം മാറ്റി മാറ്റി കഴുകി എന്നിട്ടാണ് നമ്മളത് പുഴുങ്ങാനായിട്ട് വെച്ചത്. അപ്പോൾ ഈ ചെരുവത്തിൽ തന്നെ പുറത്ത് വയ്ക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കണക്കൂട്ടൽ. പക്ഷേ മഴ ചതിച്ചു. ഇവിടെ വയ്ക്കാനായിരുന്നു, പക്ഷേ ഈ കാറ്റടി കൊണ്ട് തീ കത്തില്ല, നന്നായിട്ട് നനഞ്ഞ് കിടക്കുകയാണ്, അത്ര മഴയാണ്. പിന്നെ ഞങ്ങൾ പ്ലാൻ ഷിഫ്റ്റ് ചെയ്തു. അടുപ്പിൽ തന്നെ ചെറിയ പാത്രത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് വെച്ചത്. നമ്മുടെ കക്കയുടെ സൈസ് വലുതാണ്, അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് വെച്ചത്. അതൊന്ന് പുഴുങ്ങിയെടുത്തു, എന്നിട്ടത് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ പെട്ടെന്ന് ആയിട്ടോ, അധികം ടൈമൊന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ അതിരുന്ന് കക്ക സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ മിക്കതും അത് കക്ക അതിൽ നിന്നും പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലാത്തത് മാത്രം ഞങ്ങളത് കൈവച്ചെടുത്ത് മാറ്റി. നല്ല ചൂടുണ്ടായിരുന്നു, ക്ഷമ അത് പണ്ടേ ഇല്ല. അങ്ങനെ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇത്ര കക്കയാണ് കിട്ടിയത്. പിന്നെ ആ കക്ക ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുത്തു. നമ്മൾ എത്ര കഴുകിയാലും അതിൽ ആ ഒരു മണ്ണുണ്ടാവുമല്ലോ, അപ്പോൾ ആ മണൽ മാറ്റാനായിട്ട് നന്നായിട്ടൊന്ന് പാത്രത്തിൽ കഴുകിയെടുത്തു. അതും ഒരു ചെറിയ ഊറ്റപ്പാത്രം വെച്ചിട്ടാണ് കഴുകിയെടുത്തത്. അതാകുമ്പോൾ മണ്ണ് താഴേക്ക് പൊക്കോളുമല്ലോ. എന്നിട്ടാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തത്. ഇവിടെ അത് കക്ക ക്ലീൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ആ ഉള്ളിലെ കറുപ്പ് അത് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. ചിലർ പറയണേക്കാം അത് കളയില്ല, അത് കാൽഷ്യമാണെന്നൊക്കെ. പക്ഷേ ഇവിടെ അത് കളയും. കാരണം കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് വയറുവേദനയൊക്കെ വരുന്നത് ഇതുകൊണ്ടാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മളത് ഫുൾ ക്ലീൻ ചെയ്തു. ഇവിടെ ചെറുതാണെങ്കിലും, തീരെ ചെറുതാണെങ്കിലും ആ ഇത് കളഞ്ഞിട്ടാട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് അടപ്പിൽ വെക്കാനായിട്ട് എല്ലാമൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടൊന്ന് വേവിച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക്, വേപ്പില അതെല്ലാം കൂടി ഇട്ടിട്ട് ശോഭമ്മ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ച് സെറ്റാക്കി. എന്നിട്ട് വെള്ളം അധികം ഒഴിക്കില്ല, ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുകയുള്ളൂ. എന്നിട്ടാണ് വേവിച്ചത്. അപ്പോൾ നമുക്കതിലേക്കായിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഇതൊക്കെയാണ് എടുത്തത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. പിന്നെ മസാല വേണ്ടത് മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയാണ് മസാലയ്ക്കായിട്ട് എടുത്തത്. അതെല്ലാം കഴിഞ്ഞത് ആ ചട്ടി ചൂടാവുന്നുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കാണിച്ച ഉള്ളി, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തായിരുന്നു. നല്ലോണം അരച്ചെടുത്തിട്ടാണ് ഇട്ടത്. ചതക്കുന്നതിനേലും കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് ഇച്ചിരി ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഉള്ളി ഇട്ടു. ഉള്ളി ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴേക്കും നമ്മൾ വെളുത്തുള്ളി ഇട്ടു. ആ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കൂടി ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും പിന്നെ ഇഞ്ചി, അതും നന്നായിട്ട് ചതച്ച് തന്നെ എടുത്ത ഇഞ്ചിയായിരുന്നു. ഇഞ്ചിയും ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുകയാണ്. അതിലേക്ക് ഈ പറഞ്ഞ പോലെ വേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. മൂത്ത് വരുമ്പോഴാണ് നമ്മളിനി മസാല ചേർത്ത് ഇളക്കുന്നത്. പിന്നെ ഇതിപ്പോൾ സൈസ് ഇത്തിരി വലുതായതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും. പിന്നെ ആ ശരിക്കും മൊരിഞ്ഞുള്ള ആ ഒരു ഇത് വരില്ലല്ലോ, ഇത്തിരി വലുതായതുകൊണ്ട്. അപ്പോൾ അങ്ങനൊരു രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സാധനം നല്ല ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ മസാലകൾ ഇടുകയാണ്. മുളക് പൊടി, കുരുമുളക് പൊടി ഇത്തിരി അധികം ഇട്ടു കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയാണ്. മസാലയും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ എല്ലാ മസാലകളും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു മസാലകളുടെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട ടൈമിൽ ചെറുതായിട്ടൊരു ഇത്തിരി ഉപ്പിട്ടായിരുന്നു. നമ്മൾ ഓൾറെഡി നമ്മുടെ കക്കയിൽ ഉപ്പൊക്കെ ഇട്ടാണല്ലോ വേവിച്ചത്. അപ്പോൾ ഉപ്പും പച്ചമുളകും വേപ്പിലയും എല്ലാം ഇട്ട് വേവിച്ച് വെച്ച കക്കയാണ് ഈ നമ്മുടെ പൊടിയെല്ലാം മൂത്തതിന് ശേഷം അതിലേക്ക് ഇട്ടത്. ഇനി ഈ മസാലയുടെ കൂടെ ഈ കക്കയും കൂടി നന്നായിട്ടിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഈ കക്ക ഒന്ന് മൊരിയിച്ചെടുക്കുന്നത്.
മുരിഞ്ഞ് വരുമ്പോൾ തന്നെ, അതായത് ഈ പൊടികളുടെ ഒപ്പം തന്നെ ഈ കക്കയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ. ആ ഗരം മസാലയുടെയൊക്കെ ഒരു നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഇന്നലെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഇലച്ചിലും കൂരിയും ഒക്കെ അമ്മ കറിയും വെച്ചു. അതിൽ നിന്ന് കുറച്ചെടുത്ത് പിള്ളേർക്ക് ഫ്രൈയും ഒക്കെ ചെയ്തു കേട്ടോ. അതുമൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് നോക്കി, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.